പുതിയ വണ്ടി അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു. ഇപ്പോഴെങ്കിലും പുറപ്പെട്ടാലേ. അങ്ങനെ എന്റെ യുണീക്നെസ് നഷ്ടപ്പെട്ടു ഗൈസ്. ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്. വണ്ടി ഇറക്കാൻ സോ എക്സൈറ്റഡ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ. കാരണം ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഉണ്ട്. എന്നാലും പുതിയൊരു വണ്ടി എടുക്കാൻ പോവാ. ഇതിപ്പോ 1-2 കൊല്ലം ആയില്ലേ. പക്ഷെ അറ്റേക്കയോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ വേറൊരു വണ്ടിയിലോട്ട് മാറുന്നില്ല. ഇന്ന് എടുക്കുന്നതും അറ്റേക്ക തന്നെ. പുതിയ വണ്ടി അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു. ഒന്നുമില്ല, നമ്മുടെ കൂട്ടുകാരൻ ജർമ്മനിയിൽ വന്നിട്ട് അങ്ങനെ ആദ്യത്തെ വണ്ടി മേടിക്കുകയാണ്. അപ്പൊ അവന്റെ പുതിയ വണ്ടി ഇന്ന് ഡെലിവറി ദിവസമാണ്. അപ്പൊ ഞങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്ന. പുള്ളി വണ്ടി തപ്പി വന്നപ്പോ എന്നെ വിളിച്ച് ഇങ്ങനെ അറ്റേക്ക എങ്ങനെയുണ്ടോ അഭിപ്രായമൊക്കെ ചോദിച്ച്. സിയറ്റ് ആ സച്ച് മൊത്തമായിട്ട് ഇല്ലാണ്ടാകുക എന്നുള്ളതിനപ്പുറം അവർ കുപ്ര ബാഡ്ജിങ്ങിലാണ് ഇനിയുള്ള വണ്ടികൾ ഇറങ്ങുക എന്നുള്ളത്. ഇപ്പൊ വണ്ടിയുടെ സർവീസിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ട് വരുന്നില്ല സിയറ്റ് വണ്ടികൾക്ക്. അപ്പം ഇപ്പൊ കണ്ടുപിടിച്ച വണ്ടിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞത് ഇയർ ബാക്ക് വണ്ടി അവര് സെയിൽ ചെയ്ത് തീർക്കാൻ നോക്കുന്നതായതുകൊണ്ട് നല്ലൊരു ഓഫറിലാണ് വണ്ടി കിട്ടിയത്. എനിവേ പുതിയ വണ്ടി 31 രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുന്ന വളരെ നല്ലൊരു ഓഫറാണ്. അതിനപ്പുറത്ത് എനിക്ക് തോന്നുന്നത് അവരൊരു എക്സ്റ്റൻഡഡ് വാറണ്ടിയും ഓഫർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണേ. യൂഷ്വൽ സിയറ്റ് വാറണ്ടി എന്ന് പറയുന്നത് 2 വർഷമാണ്. ഇവന് സംസാരിച്ചപ്പോ 5 ഇയർ വാറണ്ടി എന്ന് സൂചിപ്പിച്ചതായിട്ടാണ് എന്റെ ഓർമ്മ. അപ്പൊ അതും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു സെക്കൻഡ് ഹാൻഡിന്റെ പ്രൈസിന് 0 കിലോമീറ്റർ വണ്ടി കിട്ടും. അപ്പൊ നിങ്ങൾ ആരെങ്കിലും വണ്ടി ജർമ്മനിയിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 0 കിലോമീറ്റർ വണ്ടി ഇയർ ബാക്ക് വണ്ടികൾ ഉണ്ടെങ്കിൽ അത് എടുക്കുവാണെങ്കിൽ ഇതുപോലെ വലിയൊരു ഡിസ്കൗണ്ടിൽ വണ്ടി കിട്ടും. നമ്മുടെ ഒരു ഫ്രണ്ടും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു സ്കോഡ കരോക്ക്. അതും ഇതുപോലെ ഇയർ ബാക്ക് കിടന്ന വണ്ടിയാണ്. അപ്പോൾ ഒരു യൂഷ്വൽ പ്രൈസിനേക്കാളും എനിക്ക് തോന്നുന്നു ഒരു 6-7 രൂപയിലും അവർക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബിൽറ്റ് ഇയർ എന്ന് പറയുന്നത് 2025 ആയിട്ട് വരും. പക്ഷെ എല്ലാവരും നോക്കുന്ന ഫസ്റ്റ് രജിസ്ട്രേഷൻ വണ്ടി എപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണല്ലോ മെയിനായിട്ടും. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവില് വളരെ നല്ലൊരു ബൈയാണ്. എൻ്റെ ഒരു ഡബിൾ സന്തോഷം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫ്രണ്ടിന് കൊച്ചുണ്ടായി 2 ദിവസം ആകുന്നുള്ളൂ. അപ്പൊ കൊച്ചു വരുന്നതിന് മുന്നേ വണ്ടി കയ്യിലെത്തിക്കുക എന്നുള്ള ഐഡിയയിലാണ് എല്ലാം പ്ലാൻ ചെയ്തത്. അപ്പൊ കൊച്ച് പെട്ടെന്ന് ഇങ്ങ് വന്നു. അപ്പൊ അതുകൊണ്ട് വണ്ടി വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സമയമാണ്. പിന്നെ ആശുപത്രി പോക്കും വരവും. ഇവിടുത്തെ അറിയാലോ, നമ്മളെ തന്നെ എല്ലാം മാനേജ് ചെയ്യണം. നാട്ടിലെ പോലെ വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ആർക്കും ഇല്ല. അപ്പോ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം ഉണ്ടാവും. പിന്നെ ഈ പറയുന്ന കിട്ടിയ വിലയ്ക്ക് ഒരു ഫോക്സ്, അവനൊരു ജർമ്മൻ എഞ്ചിനീയറിംഗ് വണ്ടി വേണമെന്നുണ്ടായിരുന്നു. അപ്പം ഫോക്സ് വാഗന്റെ എഞ്ചിൻ ഗിയർ ബോക്സ് ഉള്ള ഒരു SUV, ലേറ്റസ്റ്റ് SUV ഈ പറയുന്ന വിലയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഈവൻ ഇപ്പൊ ഈ കിട്ടിയ പ്രൈസിൽ ഇതൊരു ലക്കാണ് ആക്ച്വലി ഈ ഒരു പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് നമ്മുടെ കാർ മുതലാളിയുടെ അടുത്തോട്ട് പോകണം. അപ്പൊ രാവിലെ പരിപാടി തീർക്കുക ഞങ്ങള്. കാരണം എനിക്ക് വീട്ടിൽ ചെന്നിട്ട് വൈഫിന് ഡ്യൂട്ടി ഉള്ളതാണ്. പുള്ളിക്കാരിക്ക് കിടന്നുറങ്ങണം. പിള്ളേരെ നോക്കേണ്ട ഡ്യൂട്ടി എനിക്കാണ്. അപ്പൊ ഞങ്ങൾ അതിരാവിലെ ഷോറൂം തുറക്കുമ്പോഴേ പോയി എടുക്കാനുള്ള പരിപാടിയാ. കോൾ സെറീൻ. ഇപ്പോഴെങ്കിലും പുറപ്പെട്ടാലേ നിങ്ങൾക്ക് ഇവിടെ കൃത്യസമയത്ത് നാടകം തുടങ്ങാൻ പറ്റുള്ളൂ. ആ എടാ, ഞാൻ നിന്റെ വീടിന്റെ അവിടെ ഉണ്ട്, ഇറങ്ങിവാ. കൃത്യസമയത്തിന് ഞങ്ങൾ അവിടെ എത്തുകയും ചെയ്യും. ഇയാൾ ഇപ്പൊ എത്രാമത്തെ പ്രാവശ്യം ഈ വിളിക്കണേ? അത് ശരി, നീ ഇവിടെ നിന്ന് തലേമ ഗോപുരമണിയാ. അവന്റെ ഒരു മുടിഞ്ഞൊരു ഒരുക്കും. ഒന്ന് വണ്ടി കയറത്തണ്ടി. ആ പിന്നെ ഞാൻ മെസ്സേജ് അയച്ചപ്പോ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴാ മെസ്സേജ് അയച്ചത്. എന്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? പുറപ്പെട്ടിട്ട് 1/2 മണിക്കൂറായി. കുറച്ചുകൂടി നേരത്തെ പുറപ്പെടണോ? എനിക്ക് മെസ്സേജ് ഇപ്പഴാണല്ലോ വന്നത്. 1/2 മണിക്കൂർ മുമ്പേ അവര് പുറപ്പെട്ടിട്ടുണ്ടെന്നു. വേണമെങ്കിൽ ഇനിയും നേരത്തെ പുറപ്പെടാമെന്ന്. 8:23 മെസ്സേജ് 8:24 അതെങ്ങനെയാ? 1/2 മണിക്കൂർ മുമ്പ് അവർ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലും നേരത്തെ അവരെങ്ങനെ പുറപ്പെടും?
ഷോ അത് ശരിയാണല്ലോ. ഹലോ, നാ വരുവാ. നേരത്തെ നിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് എവിടുന്നാ സംസാരിക്കുന്നത്? ദാ വരുന്നു. റെഡിയാവണ്ടടുത്ത കട്ടിലെ കിടപ്പുണ്ടല്ലോ, അതോ? ആര്? വേറെ ആര്? ഗോപാലകൃഷ്ണൻ. അവരിതുവരെ റെഡിയായിട്ടില്ലേ? മോനെ ഗോപാലകൃഷ്ണ, എന്തെങ്ങനെ കിടക്കണേ? നിനക്ക് വയ്യേ? ഇന്ന് ഉദ്ഘാടന കളിയല്ലേ? എഴുന്നേൽക്കുമ്പോ ക്ഷീണം അങ്ങോട്ട് മാറും. എഴുന്നേറ്റ് വേഗം റെഡിയാ. അവിടെ പട്ടി എന്താന്ന്? ഓ, ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് റെഡി അയച്ചാൽ മാത്രം മതി പുറപ്പെടാൻ. അക്കു ബേബിനെ കണ്ടായിരുന്നോ? എടാ, മെൽവിന്റെ വണ്ടിക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ടോ? ഡിസ്പ്ലേ ഒന്നും കാണില്ല. ഇതിനുണ്ടോ? ഞങ്ങൾ എഞ്ചിനീയറിംഗിലാണ്, ഞങ്ങൾ ഈ ഗിമിക്സിലല്ല ഞങ്ങള്. അല്ല, ഈ വണ്ടിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ ഈ പറയണ പോലെ ഇതില് കിട്ടുന്ന ഫീച്ചേഴ്സ്. ഇപ്പൊ ഞാൻ വണ്ടി എടുക്കാൻ നേരത്ത് നമ്മുടെ ബഡ്ജറ്റില് BMW കിട്ടുമായിരുന്നു, ഓടി കിട്ടുമായിരുന്നു. പക്ഷെ ആ ഒരു ബ്രാൻഡിങ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. X1 Q3 അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ ബഡ്ജറ്റിൽ വേണമെങ്കിൽ സെക്കൻഡ് ഹാൻഡ് നല്ല വണ്ടി കിട്ടും. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അപ്പൊ ഈ 4 ടയറും സ്റ്റിയറിംഗും മാത്രം ഉള്ളെന്നുള്ള പോലത്തെ കോൺഫിഗറേഷൻ വണ്ടികളാണ് ആ വിലക്ക് വരുന്നത്. എന്റെ ഭാര്യയുടെ തെറിവിൽ എനിക്ക് കേൾക്കാൻ അല്ല, ഇതിന്റെ അകത്ത് നമുക്ക് കയറി ഇരിക്കാനും ഈ ഫാമിലികൾക്ക് നല്ല SUV തന്നെയാണ് എന്റെ ഒരു പെർസ്പെക്റ്റീവില്. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള എന്റെ വണ്ടിയിൽ കയറാൻ ബുദ്ധിമുട്ടാണ്, ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. ഇപ്പൊ മെൽവിനെ മെൽവിനെ എന്തുകൊണ്ടാണ് നീ അറ്റാക്ക മേടിക്കുന്നത്? വേണമെങ്കിൽ ഈ പൈസക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് BMW ഓടി ഈവൻ ബെൻസിന്റെ ആണെങ്കിൽ GLA ഒക്കെ വേണമെങ്കിൽ കിട്ടിയാനെ നല്ല വണ്ടികള്. ഷോറൂമിൽ പോകുന്നത് കുപ്ര കാണാൻ വേണ്ടിയിട്ടാണ്. മനസ്സിൽ കുപ്രയായിരുന്നു എന്റെ ആഗ്രഹം, കുപ്ര അറ്റാക്കാം. പക്ഷേ ഇതിന് നല്ല റേറ്റ് ആയ കാരണം മാത്രമാണ് ഞാൻ ഈ വണ്ടിയിലേക്ക് മാറിയത്. എന്ത് വില വ്യത്യാസം ഉണ്ടായിരുന്നു? ഒരു 10,000 അറൌണ്ട് 10,000 ഇതുണ്ടായിരുന്നു. എനിക്കിത് പിന്നെ അങ്കബോട്ടിൽ കിട്ടിയതാണ്. അപ്പൊ നമ്മള് കുപ്രാറ്റൊക്കെ മേടിക്കാൻ പോയി, പക്ഷെ അവര് ഓഫർ തന്ന് നമ്മളെ മൈൻഡ് മാറ്റിച്ചു അല്ലെ? മൈൻഡ് മാറ്റിച്ചവര്. അല്ല, അത് ഭയങ്കര നല്ല ഓഫറാണ്. ഇപ്പൊ ഞങ്ങള് പറഞ്ഞുകൊണ്ടിരുന്നതും അതാണ്. എനിക്കൊരു 31,800 യൂറോന് കിട്ടി. അപ്പൊ 32 രൂപയ്ക്ക് 0 കിലോമീറ്റർ വണ്ടിയാണ് കിട്ടണേ. അപ്പൊ നമുക്ക് യൂഷ്വലി 32 എന്നൊക്കെ പറഞ്ഞ RS വാഗണ് കിട്ടുന്ന വിലയാണ്. അത് ചിലപ്പോ 10-15 ഓടിയ വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് അത് തന്നെയാണ് ഈ ബൈയുടെ. പിന്നെ എനിക്ക് ഒരു SUV വേണമെന്നുണ്ടായിരുന്നു, മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ SUV കുറെ എണ്ണം ഉണ്ടല്ലോ. നീ അറ്റാക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എന്നെ വിളിക്കുന്നതിന് മുന്നേ ഈ അറ്റാക്കയിലോട്ട് എങ്ങനെയാ വന്നത്? അത് ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഈ ഷോറൂമിൽ പോയി, ഞാൻ ഫസ്റ്റ് ഷോറൂമിൽ പോണ ഇവിടെയാണ് കുപ്ര വണ്ടി കാണാനാണ് പോയത്. ഞാനും വൈഫും കൂടി പോയത് കുപ്രയുടെ വണ്ടി കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ എത്തിയപ്പോ അവര് പറഞ്ഞു ഈ സെയിം മോഡല്, സെയിം ഇന്റീരിയർ മാത്രമാണ് വ്യത്യാസമുള്ളൂ കുപ്രയുടെ. കുപ്രയുടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്പോർട്ടി മോഡലാണ്. ഇന്റീരിയർ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പൊ പിന്നെ ഇത്ര എക്സ്പെൻസീവ് ആയിട്ട് എടുക്കണ്ട, നമുക്ക് കുറച്ച് ലോ ബഡ്ജറ്റിൽ ഇപ്പൊ തുടങ്ങാന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. വേറെ ഏതെങ്കിലും ബ്രാൻഡുകളുടെ വണ്ടി നോക്കിയോ? അതോ ഇത് മാത്രമാണോ? ഞാൻ ഇത് മാത്രമേ നോക്കിയുള്ളൂ. ഞാൻ കുപ്രയിലായിരുന്നു ഫോക്കസ് ചെയ്തോണ്ടിരുന്ന മൊത്തം. ഓക്കെ. അപ്പൊ എന്നെ പോലെ ഞാൻ പക്ഷെ 2-3 വണ്ടികളൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു. കാരണം നമ്മൾ ഈ വണ്ടി മേടിക്കാൻ നടക്കുമ്പോഴാണല്ലോ ടെസ്റ്റ് ഡ്രൈവ് ഒരു വണ്ടിക്ക് നടക്കുള്ളൂ എന്നോർത്ത്. ഈ പറയുന്ന ക്വാഷ്കായി നമ്മൾ ഈ പ്രൈസ് റേഞ്ചില് ഹെഡ് അപ്പ് ഡിസ്പ്ലേയും മസാജ് സീറ്റും 360 ഡിഗ്രി ക്യാമറ ഇതൊക്കെ വരുന്നുണ്ട് ഈ സാധനത്തില്. ഞാൻ നോക്കുമ്പോ ഈ SUV മോഡൽ എല്ലാ സെക്കൻഡ്സിനായാലും ഒരു 35-31 ഒക്കെ വരുന്നുണ്ട് എല്ലാ വണ്ടിക്ക്. ഇവര് ഇത്രയും ഓഫർ തരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവര് സിയറ്റ് അറ്റാക്ക 2026 മുതൽ ഇറക്കുന്നില്ല. അപ്പൊ ഇനിയിപ്പോ കുപ്ര ബാഡ്ജിങ്ങിലെ വണ്ടിയുള്ളു. അപ്പൊ കിടക്കുന്നതെല്ലാം വിറ്റ് തീർക്കാന്നുള്ള ഇതിലായതുകൊണ്ട് നമുക്ക് നല്ലൊരു പ്രൈസിന് കിട്ടി. പക്ഷെ വാറണ്ടി നീ പറഞ്ഞ എന്തോ എക്സ്റ്റൻഡഡ് വാറണ്ടി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 2 കൊല്ലമാണോ? 2 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ 3 വർഷത്തേക്കും കൂടി നമുക്ക് എടുക്കാൻ പറ്റും. എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ. ഓക്കെ. ഞാൻ ഓർത്ത് ഇനി അവര് അതും കൂടെ ഓഫർ ആയിട്ട് തന്നോ? 500-600 രൂപ എങ്ങാണ്ടും. ഇപ്പൊ വേണ്ട, നമുക്ക് പിന്നെ എടുത്താൽ മതി. ഒരു മാസം മുമ്പ് വിളിച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് തന്നെയാണ്ട് 500-600 രൂപ അങ്ങനെ കണ്ട് കൊടുത്തു കഴിഞ്ഞാല് അത് എനിക്കും വേണമെങ്കിൽ ചേർന്ന്. അത് പക്ഷേ ഞാൻ ചെയ്തൊന്നുമില്ല. ഇതൊന്നും ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നീ ഓടിച്ചു നോക്കിയിട്ട് എന്ത് തോന്നി? ഓടിച്ചു നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി. ഇഷ്ടപ്പെട്ടു.
എനിക്ക് ഇഷ്ടപ്പെടാത്ത ഇപ്പൊ പക്ഷെ ഞാനിവിടെ ജർമ്മനി വന്നിട്ട് ഈ വണ്ടി മാത്രം ഓടിച്ചു നോക്കിയിട്ടുള്ളൂ. പിന്നെ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി മാത്രം ഓടിച്ചിട്ടുള്ളൂ. അല്ല, ശ്രീൻ കളിയാക്കിയ പോയിന്റ് എനിക്കും ഒരു ഇതാണ്. 2016 ഇവര് ആദ്യം ഇറക്കിയപ്പോ ഉണ്ടായിരുന്ന അതേ ഡാഷ്ബോർഡ് ഡിസൈൻ ആണ് ഇപ്പോഴും. അത് വേണമെങ്കിൽ ഒരു അഹങ്കാരാണെന്ന് പറയാം. കാരണം അത് വെച്ചിട്ടും ഇവര് സെയില് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കാരണം ഈ പറയണ പോലെ വേണമെങ്കിൽ ഇവിടെ ഒരു ചെറിയ ലെതർ കവറിംഗ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാല് എന്തേലും മാറ്റം വരുത്താം. അത് 2016 വണ്ടിക്കകത്ത് ഇന്റീരിയർ തന്നെയാണ് 26 നമ്മൾ കാണണമെന്നുള്ളത് ഭയങ്കര ഒരു ഇതാണ്. ഫ്രണ്ട് മാത്രമാണ് ആകെ ഒരു അപ്ഡേറ്റ് കൊടുത്തത് ഇവര്. ബാക്കിലും വലിയ അപ്ഡേറ്റ് ഒന്നും ഇല്ല. ബേസിക്കലി എന്താ ഫോക്സ് വാഗൺ വേണം എന്നാ ഫോക്സ് വാഗൺ മേടിക്കാനുള്ള പൈസ ഇല്ലാത്തവർക്ക് ഇതല്ലാണ്ട് ഏറ്റവും, കാരണം ഇതേ കമ്പാരിസൺ കരോക്കുമായിട്ട് ചെയ്തപ്പോഴും ഞാൻ നോക്കുമ്പോൾ ഒരു 5000 യൂറോകളും കരോക്കിന് കൂടുതൽ കൊടുക്കണം. കരോക്കും ഇതുമായിട്ടുള്ള വ്യത്യാസം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ മറ്റേ നാട്ടിൽ പറയുന്ന പോലെ ഹോണ്ട സിറ്റി മാന്യന്മാരെ വണ്ടിയാന്ന് പറഞ്ഞ പോലത്തെ ഒരു ഫീലാണ് കരോക്ക് ഓടിക്കുമ്പോ. ഇത് കുറച്ചും കൂടെ ഒരു അഗ്രസീവ് പോലെയാണ് നമുക്ക് ഫീൽ. മറ്റത് കുറച്ചും കൂടെ ഒരു സോഫ്റ്റ്, ഒരു മര്യാദക്കാരുടെ ഇതാണ്. കാരണം ബാക്കിയെല്ലാം എൻജിൻ വൈസ് എല്ലാം സെയിം ഒക്കെ തന്നെയാണെങ്കിലും. നീ സ്കോഡാക്കാരൊക്കെ നോക്കിയായിരുന്നോ? സ്കോഡക്കാരൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ റേറ്റും അങ്ങനെ കൂടുതലായിരുന്നു. അല്ല, അത് തന്നെയാണ്. ഈ എല്ലാം സെയിം ആയിട്ട് ജസ്റ്റ് ആ ബ്രാൻഡ് മാറുമ്പോ നമ്മൾ 5000-6000 യൂറോ കൂടുതൽ കൊടുക്കണം. അപ്പൊ അത് എനിക്കും അത്ര വലിയ, അങ്ങനെ ബ്രാൻഡിന് പൈസ കൊടുക്കുകയാണെങ്കിൽ എന്നാ പിന്നെ നമ്മള് BMW ബെൻസിനോ കൊടുക്കണം. സ്കോഡയ്ക്ക് വേണ്ടി നമ്മള് എനിക്കും കരോക്കും കൺഫ്യൂഷനാണ്. എഞ്ചിൻ ബേസിക്കലി അണ്ടർ ദ ഹുഡ് എഞ്ചിൻ ഗിയർ ബോക്സ് ആണല്ലോ വണ്ടി എന്ന് പറയണേ. ബാക്കി കോഡിയാക്കിന്റെ ഗിയർ ബോക്സ് വ്യത്യാസമുണ്ട്. കരോക്കിന്റെ സെയിം ഗിയർ ബോക്സ്. കരോക്കിന്റെ സെയിം. കോഡിയാക്കിൽ 1.5 ഉണ്ടോന്ന് അറിയത്തില്ല. ഉണ്ടെന്ന് 2 ലിറ്റർ എടുക്കണം കോഡിയാക്ക് എടുക്കും. പക്ഷെ 2 ലിറ്ററിന്റെ ഗിയർ ബോക്സിന് വ്യത്യാസമുണ്ട്. 1.5 കോഡിയാക്കിൽ എടുത്തിട്ട് കാര്യമില്ല. അത് വലിയ വണ്ടിയാ. ഞാൻ അതിന്റെ സിസ്റ്റർ വണ്ടിയായ ടറാക്കോ ഓടിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം. അത് ഞാനിപ്പോ റിവ്യൂ ഇന്നലെ അപ്ലോഡ് ചെയ്ത. അപ്പൊ അത് ഓടിച്ചപ്പോ എനിക്ക് അതാണ് തോന്നിയത്. നമ്മൾ പെട്ടെന്ന് കാല് കൊടുത്തു കഴിയുമ്പോ വണ്ടി അങ്ങ് അലറുവാണ്. കാരണം ഇത്രയും സൈസ് ഉണ്ടല്ലോ. അപ്പൊ അതിന് 2 ലിറ്റർ ഡീസൽ ഒക്കെ എടുക്കുവാണെങ്കിൽ ഇപ്പൊ ആക്ച്വലി ഡീസൽ വണ്ടി മേടിക്കുന്നവർക്ക് നല്ല വിലക്കുറവിൽ കിട്ടും. ഈ ആൾക്കാർക്ക് ഡീസൽ മേടിക്കാൻ പേടിയായതുകൊണ്ട് ഇപ്പത്തെ നോംസ് ഒക്കെ വെച്ച് റീസെയിൽ വാല്യൂ അങ്ങനെ കാര്യമായിട്ട് നോക്കുന്നില്ലെങ്കിൽ ഭയങ്കര ചീപ്പായിട്ട് ഇപ്പൊ ഈവൻ ഈ വിലക്ക് ചിലപ്പോ നല്ല BMW ഓടിയൊക്കെ ഡീസൽ വണ്ടി സെക്കൻഡ് ഹാൻഡ്. കാരണം ആൾക്കാർ ഇനിയും സെക്കൻഡ് ഹാൻഡ് വെച്ചോണ്ടിരുന്ന വില ഭയങ്കര താഴെ പോകുന്നുള്ള കോൺസെപ്റ്റില് ഞാൻ നോക്കിയപ്പോഴും നല്ല വിലക്കുറവിൽ ഡീസൽ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഉള്ള കൺസേൺ നമുക്കും ഉള്ളതുകൊണ്ട് നമ്മൾ മേടിച്ചില്ല. അങ്ങനെ എന്റെ യുണീക്നെസ് നഷ്ടപ്പെട്ടു ഗൈസ്. എന്റെ സിയറ്റ് അറ്റാക്കൊക്കെ ഒരു ഇരട്ട. അത് ഇത് വൈറ്റ് തന്നെയല്ലേ? ഒട്ടവാലി കയറുന്നേക്കാളുള്ള ഈ വഴി കറക്റ്റ് ആയിട്ട് എക്സിറ്റുകൾ എടുക്കുക. എനിക്ക് എന്റെ ഒരു എക്സ്പീരിയൻസില് ആദ്യകാലത്ത് ഏറ്റവും പാടതാണ്. ഇതാണോ അങ്ങോട്ടാണോ ഇതാണോ? അപ്പൊ ആലോചിച്ച് വരുമ്പോഴേക്കും ചിലപ്പോ ടൈം കഴിഞ്ഞോണ്ട്. അപ്പൊ ഞാൻ 10 കിലോമീറ്ററിന് 35 കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുണ്ട് ഇവിടെ. കാരണം ഒരു എക്സിറ്റ് മിക്സ് ആയ പിന്നെ അടുത്ത 10 കിലോമീറ്റർ. പിന്നെ അതിന് എളുപ്പവഴിയുണ്ട്. മറ്റേ വേസ് ആപ്പ് യൂസ് ചെയ്യുക, അതിന്റെ സൗണ്ട് ഓൺ ആക്കി ഇടുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യ കാലത്ത് അത് ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. ഇതിന് വയർലെസ് ആൻഡ്രോയിഡ് വേണം. അയ്യേ, ഏത് കാലത്തെയാണ് വയറിന്റെ ഒക്കെ. നമ്മള് കമ്പനി ഇറക്കുമ്പോ തന്നെ വയർലെസ്. കമ്പനി എന്റെ വണ്ടി പഴയ വണ്ടിയാണ്, 2020. അത് നമുക്ക് ഇനിയിപ്പോ ആ വണ്ടി റിവ്യൂ ചെയ്യുമ്പോ നമുക്ക് അതിനെ പറ്റി സംസാരിക്കാം. ഈ പെട്രോൾ തന്നെ E10 ഇതായിട്ട് എന്താ വ്യത്യാസം? E10 E5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് എത്തനോള് എന്തോരം പെട്രോളിൽ കയറുന്നു എന്നുള്ളതിന്റെ റേറ്റിംഗ് ആണ്. ബേസിക്കലി നല്ലതാന്ന് ചോദിച്ചാൽ E5 ആണ് ഏറ്റവും ബെസ്റ്റ്. അതായത് പെട്രോൾ കണ്ടന്റ് കൂടുതലുള്ള E5ലാണ്. E5ല് 5% എത്തനോൾ ഉണ്ട്. E10ല് 10% എത്തനോൾ ഉണ്ട്. വിലക്കുറവ് E10നാണ്, വില കൂടുതൽ E5നാണ്. പക്ഷെ ചില നേരങ്ങളിൽ ഇത് തമ്മിൽ ഒരു 2-3 സെന്റിന്റെ യൂഷ്വൽ എപ്പോഴും 5 സെന്റ് ആണ്. യൂഷ്വലി 5 സെന്റ് ആണ്. പക്ഷെ 5 സെന്റിൽ താഴെ വരും ഇത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും E5 അടിക്കുന്നതാണ് നല്ലത്. കാരണം E5 അടിച്ചു കഴിഞ്ഞാൽ നിനക്ക് കുറച്ചും കൂടി മൈലേജ് കിട്ടും E10നെ അപേക്ഷിച്ച്. ഇത് അങ്ങനെ ഒരു എന്റെ ഒരു എക്സ്പീരിയൻസ്, ഞാനിത് രണ്ടും അടിച്ചു നോക്കിയിട്ടുണ്ട്.
മൈലേജിലും ഇങ്ങനെ കാര്യമായ ഒരു വ്യത്യാസമാണ്. കാരണം ഞാനിത് മറ്റേ അടിക്കാൻ തുടങ്ങി ഈ വാറ് വന്നപ്പോ ഭയങ്കരമായിട്ട് വില കൂടിയപ്പോ ഞാൻ പിന്നെ ഈ ടൺ അടിക്കാൻ തുടങ്ങി. കാരണം എന്തായാലും ഇത് എക്വിപ്ഡ് ആണ്, യൂസ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. എന്നാ പിന്നെ അതിന് മുന്നേ E5 ആണ് യൂസ് ചെയ്തോണ്ടിരുന്നത്. ഞാൻ E10 ആണ് പൊതുവെ അടിക്കാറ്. പക്ഷെ ഞാൻ E5 അടിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ വലിയ ഡിഫറൻസ് വരുന്നില്ല കൊണ്ട് ഞാൻ E5 കൂടി അടിക്കാറുണ്ട്. പിന്നെ പൊതുവെ ആൾക്കാർ പറയും എഞ്ചിന് നല്ലത് E5 ആണെന്ന് പറയും. പക്ഷെ അതൊന്നും കാരണം മാനുഫാക്ചറർ ഒരിക്കലും E10 എനേബിൾഡ് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അത് വണ്ടീനെ ഒരു തരത്തിൽ ബാധിക്കുകയല്ല. പിന്നെ ഓട്ടോബാനിൽ അടിക്കണ കേസ് നിനക്ക് അറിയാലോ മെൽവിനെ. ഓട്ടോബാനിൽ നിന്ന് മാക്സിമം പെട്രോൾ അടിക്കരുത്. എമർജൻസി സിറ്റുവേഷനിൽ മാത്രം അടിക്കുന്ന രീതിയിൽ. അങ്ങനെയല്ല, നമുക്ക് പ്ലാൻ ചെയ്താല് നമ്മള് ഓട്ടോബാൻ ഇപ്പൊ ട്രിപ്പ് പോവാണെങ്കിലും നമ്മൾ ഡെഫിനറ്റ്ലി ഓട്ടോബാൻ അല്ല നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പൊ ആ ഡെസ്റ്റിനേഷനിൽ നിന്ന് അടിക്കുക. കാരണം എന്റെ ഒരു ഫ്രണ്ട് ജോൺ, നിങ്ങക്ക് അത്രേ ഉള്ളു, എനിക്കിവിടെ 270 വില എന്ന്. ഏത് മറ്റേ വാറ് ഞാൻ 270 ഇത് ഇവിടുന്ന് അന്നേരം സംസാരിച്ചു വന്നപ്പോ പുള്ളി ഓട്ടോബാനിൽ കയറ്റി ഫുൾ ടാങ്ക് ഒക്കെ അടിച്ചു പോവുക. അപ്പം അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടമാണ്. 50 സെന്റ് ഒക്കെ ചിലപ്പോ കൂടുതലായിരിക്കും നോർമൽ സിറ്റുവേഷനിൽ വരെ. അത് ഭയങ്കര കത്തിയാണ് ഓട്ടോബാനില്. നിസാന്റെ ഒരു വണ്ടി ഞാൻ കണ്ടു, 7 സീറ്റർ. അതാ നമ്മുടെ വണ്ടി ഓണർ. വണ്ടി ഓണർ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്, വളരെയധികം ഹാപ്പിയാണ്. ടെറാമർ അതാ, ഇത് ഫോർമെൻഡർ അല്ലേ? ഇത് ഫോർമെൻഡർ. ടെറാമർ, ലിയോൺ, അറ്റേക്ക, കുപ്ര അറ്റേക്ക. ഇന്റീരിയർ ഉണ്ട്. ഇന്റീരിയറിലൊക്കെ ആ സ്റ്റിയറിംഗിൽ മാത്രമാണ് ഒരു വ്യത്യാസം. സ്റ്റിയറിംഗിന്റെ സ്റ്റൈലും ആ ബ്രോൺസ് എലമെന്റ്സും ഈ ഡാഷ്ബോർഡ് നോക്കി ഇപ്പോഴും ഇതേ സാധന. ഇങ്ങോട്ട് വാ, അതിനെപ്പറ്റി നമുക്ക് മസ്തയുടെ റിവ്യൂല് പറയാനുണ്ട്. ഈ മൂട്ട വണ്ടിയൊക്കെ 20 ലക്ഷം രൂപ കൊടുത്ത് പൊട്ടറ മേടിക്കണ 5 കൊല്ലം പഴക്കമുള്ള. വാ വാ വാ, വണ്ടി വരുന്നു. ഈയായിരുന്നു അറ്റാക്ക് ആയിരുന്നു ഞാൻ നോക്കി വെച്ചത്. ഏതാ? ഇതാ ബ്ലാക്ക്. അതിനെന്നായിരുന്നു വില വ്യത്യാസമുള്ള? 10 രൂപ വ്യത്യാസം കാണൂല്ലേ? വിറ്റ് പോയിന്നാണ് വിലയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടല്ലോ. പക്ഷെ എന്നാലും അതിന്റെ ലുക്ക് വേറെ തന്നെയാണ്. എന്റെ വണ്ടിയുടെ ഫ്രണ്ട് നീ നോക്കിയിട്ട് ഇത് നോക്കാം, ഒരു നല്ല അഗ്രസീവ് സ്പോർട്ടി ലുക്കാണ്. അതാ നമ്മൾ വണ്ടി എടുക്കാനുള്ള സ്ഥലത്തെത്തി. കുപ്ര സിയറ്റ് ഡീലർഷിപ്പ്, ഓട്ടോ ഇമോഷൻ. ഓ, ഇവിടെ വണ്ടികളുടെ ചാകരയാണല്ലോ. ഇവിടെ സെക്കൻഡ് ഹാൻഡ് വണ്ടികളും ഉണ്ട്, അതുകൊണ്ട് ഞാൻ വന്നത്. അതെ അതെ, സെക്കൻഡ് ഹാൻഡും പുതിയതും. പ്രീമിയം ലാങ് സൈഡ് ഷൂട്ട്സ്. ഇതൊക്കെ 30,000 കിലോമീറ്റർ ഓടിയ വണ്ടിയൊക്കെയാ. അതൊക്കെ സെക്കൻഡ് ഹാൻഡ് കണ്ടാ നല്ല. അതെ, വൈറ്റ് കുപ്ര കിടക്കുന്നു. എടാ, അതെ വൈറ്റ് കുപ്ര 31, 1.5, 150 സെയിം ഇത് തന്നെയാണല്ലോ. ഫ്ലാഗ് പോലും അങ്ങനെ കാര്യമായിട്ട് കാണാനില്ല കേട്ടോ. പുത്തൻ വണ്ടി പോലെയാണ്. അതാ നമ്മുടെ വണ്ടി കിടക്കുന്നത്. മറ്റേ ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്. എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. എന്റെ നാടെവിടെ? കായംകുളത്താ. വണ്ടി ഞാൻ അതിലേക്ക് വന്നിട്ടുണ്ട്. ഓ, ചേട്ടന്റെ നാടെവിടാ? മുണ്ടക്കയത്താ. എന്റെ അച്ഛൻ പണ്ട് അവിടെ ചായക്കട നടത്തിയിരുന്നു. സൈക്കിൾ വിട്ടോ?
അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി. വെൽഷ ട്രിം ഇസ് ദ സ്റ്റൈൽ വേരിയന്റ് ഓർ Style, ja. ja. So kommt keine elektrische Heckklappe. Hätte man mitbestellen können, Okay. der aber jetzt nicht. ഓക്കെ. അങ്ങനെ ഓണർ ആദ്യമായി നമ്മുടെ വണ്ടിയിൽ കയറി ഇരിക്കുകയാണ് ഗൈസ്. അതാ നമ്മുടെ ഓണർ സീറ്റ് കയറിയിരിക്കുകയാണ്. വണ്ടി ഇറക്കാൻ സോ എക്സൈറ്റഡ്. ഫസ്റ്റ് കാർ ഇൻ ജർമ്മനി. എവിടെ പോവാ? Nein. വണ്ടി എക്സാക്ട്ലി സെയിം വണ്ടി തന്നെ. മോഡൽ ഇയർ 2025 ആണ്, നമ്മുടെ 2024 ആണ്. വ്യത്യാസമുള്ളൂ. ഗുഡ് ബൈ. ഇയർ ബാക്ക് വണ്ടി, പിന്നെ സിയറ്റ് ബ്രാൻഡിങ് നിർത്തുന്നു, അങ്ങനെയുള്ള പല റീസണുകൾ കൊണ്ടും നല്ലൊരു ഓഫർ പ്രൈസിൽ നമുക്ക് വണ്ടി കിട്ടി. വണ്ടി ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ അവർ വണ്ടിയുമായി വീട്ടിലോട്ട് പോയി. 2 കൊല്ലം സിയറ്റിൻ്റെ അണ്ടർ വാറണ്ടിയിലായിരിക്കും. പിന്നെ സിയറ്റ് കണക്ടിവിറ്റി ആപ്പ് ഫ്രീ ആയിട്ട് 1 ഇയർ ഉണ്ടാവും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 3 ഇയർ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒരു 500-600 യൂറോ ഒക്കെ ആവും. കുപ്രാറ്റയൊക്കെ അവിടെ കിടക്കുന്നത് സെയിം പ്രൈസ് 31,000-ന് 30,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾ ആലോചിച്ച് നോക്കുക. 30,000 കിലോമീറ്റർ ഓടിയ അറ്റേക്കയുടെ അതേ വിലയ്ക്ക് 0 കിലോമീറ്റർ വണ്ടി നമുക്ക് കിട്ടി. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ അവരൊക്കെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു SUV വേണം, അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വേണം. പിന്നെ പ്രിഫറബിളി ഞാൻ മനസ്സിലാക്കിയത് പുതിയ വണ്ടി എടുക്കുക എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കോമ്പിനേഷൻ എല്ലാം ഒത്തു വന്ന് ഒരു റീച്ചിലോട്ട് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സോ കോൾഡ് ജർമ്മൻ ഡീലർഷിപ്പിലോട്ടൊക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു ലെവൽ ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രൂഫുണ്ട് വാട്ട് വി ആർ ഡൂയിങ്, വാട്ട് വി ഹാവ് അച്ചീവ്ഡ് എന്നുള്ള. ദൈവഭാഗ്യത്തിന് ഇവിടെ ഒരു സ്പോട്ട് കാണുന്നുണ്ട് പാർക്ക് ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീടിൻ്റെ അവിടെ പാർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ചടങ്ങാണ്. അതായത് പാർക്കിംഗ് സ്പോട്ട് കിട്ടാൻ